ഹായ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ 5 വൈൽഡ് കാർഡ് എൻട്രികൾ എത്തിയിരിക്കുകയാണ്. 5 പേരും ബിഗ് ബോസ് ഹൗസിലെത്തി. 5 പേരും അവരുടെ ഗെയിമും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വന്ന ഉടനെ പലരും കളി തുടങ്ങി. എല്ലാവരെയും, അതായത് ഇപ്പോഴുള്ള നിലവിലുള്ള മത്സരാർത്ഥികളെ എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നു ബിഗ് ബോസ്. അവരോട് ഈ കാര്യം പറയുന്നു, അതായത് 5 മത്സരാർത്ഥികൾ കൂടെ പുതിയതായിട്ട് വരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേരൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പാനി പോലുള്ള 1-2 പേരുടെ മുഖം മ്ലാനമാവുന്നത് നമ്മൾ ലൈവിൽ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് പറയുന്നുണ്ട്, ഇവരെ സ്വീകരിക്കുന്നതിനായിട്ട് നിങ്ങൾ ഓരോ ആളുകളെ പോയി സ്വീകരിക്കേണ്ടത്. അതായത് ആദ്യത്തെ ആൾ വരുമ്പോൾ ഒരാൾ പോവുക, രണ്ടാമത്തെ ആൾ വരുമ്പോൾ ഒരാൾ പോവുക. അപ്പോൾ അവിടെ ചർച്ച നടക്കുന്നു, ജിസേലിനെ ആയിരിക്കും വിടുക എന്ന് ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ പറയുന്നു. പക്ഷേ ബിഗ് ബോസ് ഷാനവാസിനെയാണ് ആദ്യത്തെ ആളെ സ്വീകരിക്കുന്നതിന് വിട്ടത്. ആദ്യം വന്ന ആള് നമ്മുടെ ജിഷിൻ മോഹനായിരുന്നു. സീരിയൽ നടനായിട്ടുള്ള ജിഷിൻ മോഹനായിരുന്നു ആദ്യം വന്നത്. വരുമ്പോൾ തന്നെ നിലത്ത് തൊട്ട് തൊഴുതിട്ടാണ് ജിഷിൻ വരുന്നത്. ഞാൻ എത്തിയളിയ എന്ന് ഷാനവാസിനോട് ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് ജിഷിൻ അകത്തേക്ക് കയറിയതും. അവരുടെ ഒരു കെമിസ്ട്രി നല്ല രീതിയിൽ ഫസ്റ്റ് കാഴ്ചയിൽ തന്നെ വർക്കൗട്ട് ആയിട്ട്, കാരണം അവർ ഒരേ സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് കളിച്ച് വളരെ സന്തോഷത്തോടു കൂടെയാണ് അകത്തേക്ക് കയറിയത്. ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വീകരിക്കാൻ പോകുന്ന വ്യക്തി തന്നെ ആ പുതിയതായിട്ട് വീട്ടിലേക്ക് വരുന്ന ആളെ വീടിന്റെ അകം മുഴുവൻ ചുറ്റി കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ജിഷിനെയും കൂട്ടി പോയി ഷാനവാസ് വീടിനകത്തെല്ലാം കാണിച്ചു കൊടുത്തു. അതിനുശേഷം രണ്ടാമത്തെ ആളെ സ്വീകരിക്കുന്നതിന് വേണ്ടി വിട്ടത് റെന ഫാത്തിമയാണ്. റെന ഫാത്തിമ പുറത്തുപോയി നിൽക്കുന്നു. ഭയങ്കര പ്രതീക്ഷയിലാണ്, ആരാണ് വരുന്നത് എന്നുള്ളൊരു പ്രതീക്ഷയിൽ റെന നിൽക്കുന്നു. ഡോർ തുറന്ന് മസ്താനിയാണ് വരുന്നത്. ഇന്റർവ്യൂവർ ആണ്. നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഇന്റർവ്യൂവർ ആണ് മസ്താനി. മസ്താനി അകത്തേക്ക് വരുന്നു. പക്ഷേ ഷാനവാസിന്റെ മുഖത്ത് കണ്ടപ്പോഴുള്ളൊരു സന്തോഷം റെനയുടെ മുഖത്ത് കണ്ടില്ല. മസ്താനി വരുന്നു, രണ്ടുപേരും കൂടെ അകത്തേക്ക് പോകുന്നു. റെന ഫാത്തിമയും മസ്താനിയും കൂടെ വീടെല്ലാം നടന്ന് കാണുന്നു. അടുത്തായിട്ട് വരുന്നത് പ്രവീണാണ്. പ്രവീൺ ഒരു ഇൻഫ്ലുവൻസർ ആണ്. പ്രവീണിനെ സ്വീകരിക്കാനായിട്ട് പുറത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞയച്ചത് അനീഷിനെ ആയിരുന്നു. അനീഷ് ഒരു നമസ്കാരമൊക്കെ പറഞ്ഞ് പ്രവീണിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അകത്തെല്ലാം സംഭവങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് വരുന്നത് സാബു മാൻ ആണ്. സാബു മോൻ അല്ല കേട്ടോ, സാബു മാൻ ആണ്. പുള്ളി ഡാൻസർ ആണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്നൊക്കെ പറയുന്നു. നമുക്ക് അറിയാവുന്ന ആളല്ല. പിന്നെ 5ാമതായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത് വേദലക്ഷ്മിയാണ്. വേദലക്ഷ്മി ആക്ട്രസ് ആണ്, അതേപോലെ തന്നെ ആർക്കിടെക്റ്റ് ആണ്. അങ്ങനെയൊക്കെയാണ് പരിചയപ്പെടുന്നത്. വേദലക്ഷ്മിയെയും എനിക്ക് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ കണ്ട് പരിചയമില്ല. വേദലക്ഷ്മി സ്വീകരിക്കാനായിട്ട് പുറത്തേക്ക് പോയത് നെവിനാണ്. നെവിൻ വേദലക്ഷ്മിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നു. കാര്യങ്ങളൊക്കെ നേരത്തെ ബിഗ് ബോസ് ഹൗസിലെ വീടുകളൊക്കെ മറ്റുള്ളവർ കാണിച്ചു കൊടുത്ത പോലെ വേദലക്ഷ്മിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ വന്ന ഉടനെ തന്നെ പലരും കളികൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി ഇവർ വരുമ്പോൾ, അതായത് 5 പേരാണ് പുതിയതായിട്ട് വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ളത്. ഗെയിം ചേഞ്ച് ആവുമോ എന്നുള്ളത് നോക്കാം.